അസ്സലാമു അലൈക്കും. നിന്നെ സൃഷ്ടിച്ചവനായ നിന്റെ നാഥന്റെ നാമത്തിൽ നീ വായിക്കുക. ഖുർആനിലെ ഭൂമിയിലേക്ക് ഇറക്കപ്പെട്ട ആദ്യത്തെ വചനം. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഇസ്ലാമിക് ടെലിവിഷനിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ആദ്യത്തെ കോളറാണോ നോക്കാം. ഹലോ, അസ്സലാമു അലൈക്കും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഇസ്ലാമിക് ടെലിവിഷനിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഷിഫാന എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 4ാം ക്ലാസ്സിലാണ്. ഓക്കെ, എവിടെയാണ് സ്ഥലം? പുല്ലൂരാണ്. വീട്ടിൽ ആരൊക്കെയുണ്ട്? ഓക്കെ, റമദാനൊക്കെ എങ്ങനെ പോകുന്നു? റാഹത്താണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കട്ടെ, റെഡി ആണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ ചോദ്യം ഇതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം ജീവിച്ചിരുന്ന ഏക സന്താനം ഏതാണ്? ആരാണ്? ഓക്കെ, ഞാൻ ഓപ്ഷൻസ് പറയണ്ട, ഉറപ്പിക്കട്ടെ? ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. അപ്പൊ ഓപ്ഷൻ ഒന്നും ഇല്ലാതെ ആൻസർ പറഞ്ഞിരിക്കുകയാണ്. മബ്രൂക്ക്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ചോദ്യം. മറിയം ബീവിയുടെ മാതാവിന്റെ പേരെന്താണ്? മറിയം ബീവിയുടെ മാതാവിന്റെ പേരെന്താണ്? ക്ലൂ പറയട്ടെ? മാതാവിന്റെ പേര് ഞാൻ ക്ലൂ പറയാം. 2 അക്ഷരമുള്ളൊരു പേരാണ് ഇത്. മാത്രമല്ല, ഖുർആനിൽ ഇമ്രാന്റെ ഭാര്യ എന്നാണ് ഇവരെ കുറിച്ച് പറയുന്നത്. 2 അക്ഷരേ ഉള്ളൂ. മറിയം ബീവിയുടെ മാതാവിന്റെ പേര്. അവിടെ ആരാ എടുത്തത്? ഉമ്മ ഉണ്ടോ? ഉമ്മയോട് ചോദിച്ചോക്കിയാ. 2 അക്ഷരമുള്ള പേരാണ്. ഖുർആനിൽ ഇമ്രാന്റെ ഭാര്യ എന്നാണ് ഇവരെ കുറിച്ച് പറയുന്നത്. സാറ. ഉറപ്പിക്കട്ടെ? ഉറപ്പിക്കാം അല്ലേ? കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അല്ലല്ലോ, തെറ്റാണ് ആൻസർ. ആൻസർ ഹന്നയാണ്, ഹന്ന. ഓക്കെ, എന്തായാലും വിളിച്ചത് സന്തോഷം കേട്ടോ. ഓക്കെ, വീണ്ടും വിളിക്കാം. മാസലാമ. ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും. ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. ഇന്നത്തെ അടുത്ത കോളർ ആരാണ് നോക്കാം. ഹലോ, അസ്സലാമു അലൈക്കും. ആരാണ് സംസാരിക്കുന്നത്? ഓക്കെ, എവിടെ വീട്? ഓക്കെ, പെരിന്തൽമണ്ണ. വീട്ടിൽ ആരൊക്കെയുണ്ട്? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കട്ടെ, റെഡിയാണോ? ഓക്കെ, ഒന്നാമത്തെ ചോദ്യം ഇതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ആദ്യമായി ഖുർആൻ കേട്ട വ്യക്തി ആരാണ്? ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ആദ്യമായി ഖുർആൻ കേട്ട വ്യക്തി ആരാണ്? ഓപ്ഷൻസ് പറയട്ടെ? ഖദീജ ബേബി, അബൂബക്കർ റളിയല്ലാഹു അൻഹു, ആയിഷ ബേബി. ആര്? ഖദീജ ബേബി. ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. അങ്ങനെ രണ്ടാമത്തെ ചോദ്യം. ഓരോ പ്രവാചകർക്കും ഓരോ ഗ്രന്ഥങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട്. മൂസാ നബി അലൈഹി സ്വലാമിന്റെ വേദഗ്രന്ഥം ഏതായിരുന്നു? അറിയോ? ഓരോ പ്രവാചകന്മാർക്കും ഓരോ വേദഗ്രന്ഥങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട്. മൂസാ നബിയുടെ വേദഗ്രന്ഥം ഏതായിരുന്നു എന്നറിയോ?
തൗറാത്ത്. ഓക്കെ, തൗറാത്ത് ആയിരുന്നു. പക്ഷെ ക്വസ്റ്റ്യൻ അതല്ല. തൗറാത്ത് സ്വീകരിക്കാനായി മൂസാ നബി അലൈഹിസ്സലാം പോയ മലയുടെ പേരെന്താണ്? മലയുടെ ഓപ്ഷൻ ഉണ്ടല്ലോ. ഓപ്ഷൻസ് ഇല്ല. അറിയോ? മലയുടെ പേരില്ലേ? ആ, രണ്ടക്ഷരേ ഉള്ളൂ. ഓരോ പ്രവാചകന്മാർക്കും ഓരോ വേദഗ്രന്ഥങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട്. മൂസാ നബിയുടെ വേദഗ്രന്ഥം തൗറാത്തായിരുന്നു. അങ്ങനെയാണെങ്കിൽ തൗറാത്ത് സ്വീകരിക്കാനായി മൂസാ നബി അലൈഹിസ്സലാം പോയ മലയുടെ പേര് എന്താണ്? ഞാൻ ഉറപ്പിക്കട്ടെ? ആൻസർ അതല്ല. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ സീനാ പർവ്വതാണ്. അതെ. എന്തായാലും വിളിച്ചത് സന്തോഷം. സലാമ. അപ്പോ ഇന്നത്തെ അടുത്ത കോളർ ആണെന്ന് നോക്കാം. ഹലോ, അസ്സലാമു അലൈക്കും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഇസ്ലാമിക് ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഹാജറ. ഓക്കെ, വീട് എവിടെയാ? ബി.പി. അങ്ങാടി. വീട്ടിലാരൊക്കെയുണ്ട്? മോള് മാത്രം. ഓക്കെ, എങ്ങനെയുണ്ട് നോമ്പൊക്കെ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ചോദ്യങ്ങൾ ചോദിച്ചോട്ടെ? റെഡി ആണോ? ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ചോദ്യം ഇതാണ്. ആദം നബിയുടെ മകനായ ഹാബീലിന് തന്റെ സഹോദരന്റെ മൃതദേഹം മറവ് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നതിന് വേണ്ടി അള്ളാഹു ഒരു പക്ഷിയെ അയച്ചു കൊടുത്തു. ഏതാണ് ആ പക്ഷി? ഞാൻ ഒന്നും കൂടി ക്വസ്റ്റ്യൻ ആവർത്തിക്കാം. ആദം നബിയുടെ മകനായ ഹാബീലിന് തന്റെ സഹോദരന്റെ മൃതദേഹം മറവ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നതിന് വേണ്ടി അള്ളാഹു ഒരു പക്ഷിയെ അയച്ചു കൊടുത്തു. ഏതാണ് ആ പക്ഷി? ഓപ്ഷൻസ് പറയട്ടെ? കഴുകൻ, കാക്ക, കുരുവി. ഉറപ്പിക്കട്ടെ? കഴുകനല്ല ആൻസർ, കാക്കയാണ് ആൻസർ. കാക്കയാണ് അള്ളാഹു അയച്ചത്. ചോദ്യം ഉത്തരം കൂടി ഒന്നുകൂടി പറയാം. ആദം നബി അലൈഹി സ്വലാമിന്റെ മകനായ ഹാബീലിന് തന്റെ സഹോദരന്റെ മൃതദേഹം മറവ് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നതിന് വേണ്ടി അള്ളാഹു ഒരു പക്ഷിയെ അയച്ചു കൊടുത്തു. ഏതാണ് ആ പക്ഷി? അതായിരുന്നു ചോദ്യം. കാക്കയാണ് ആൻസർ. എന്തായാലും വിളിച്ചത് സന്തോഷം. വീണ്ടും വിളിക്കുക. ഓക്കെ, മാസലാമ. ഓരോ മുഹൂർത്തങ്ങൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട്. അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. നമ്മുടെ അടുത്ത കോൾ ലൈനിലുണ്ട്. ഹലോ, അസ്സലാമു അലൈക്കും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഇസ്ലാമിക് ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? അൻഷാദ്. ഓക്കെ, അൻഷാദ് എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 7ാം ക്ലാസ്സിൽ. എവിടെയാണ് സ്ഥലം? താമസം എവിടൂരാണോ? ഓക്കെ, വീട്ടിലാരൊക്കെ ഉണ്ട്? ഓക്കെ, റമദാനൊക്കെ എങ്ങനെ പോകുന്നു? ഉഷാറാണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കട്ടെ? റെഡി ആണോ? അപ്പൊ ഒന്നാമത്തെ ചോദ്യം ഇതാണ്. മൂസാ നബി അലൈഹിസ്സലാം ചെറുപ്പത്തിൽ വളർന്നത് തന്റെ ശത്രുവായിരുന്ന ഫിർഔന്റെ കൊട്ടാരത്തിൽ തന്നെയായിരുന്നല്ലോ. അറിയാലോ അല്ലേ? നൈൽ നദിയിലൂടെ ഒഴുകി വന്ന പെട്ടിയിൽ നിന്നും കുഞ്ഞായ മൂസാ നബിയെ എടുത്തു വളർത്തിയ ഫിർഔന്റെ ഭാര്യയുടെ പേരെന്താണ്? ചോദ്യം ഇത്രയേ ഉള്ളൂ. ഫിർഔന്റെ ഭാര്യയുടെ പേരെന്താണ്? ഓപ്ഷൻസ് പറയാം. സുലൈഖ ബീവി, ഹാജറ ബീവി, ആസിയ ബീവി. ഓക്കെ, ഉറപ്പിക്കാം അല്ലേ?
ആ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. മബ്രൂക്ക്. അങ്ങനെയാണ് രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ. ആ രണ്ടാമത് എഴുതി. മഹിഷറയിലെ വിചാരണ നാളിൽ ഓരോരുത്തരും പ്രവർത്തിച്ചതനുസരിച്ച് ഓരോ രൂപത്തിലായിരിക്കും ഹാജരാക്കപ്പെടുക. മഹിഷറയിൽ അന്ധന്മാരായിക്കൊണ്ട് അല്ലെങ്കിൽ കണ്ണ് കാണാത്തവരായിക്കൊണ്ട് ഒരുമിച്ച് കൂട്ടപ്പെടുന്ന വിഭാഗം ഏതാണ്? ഒന്നുകൂടി പറയാം. മഹിഷറയിലെ വിചാരണ നാളിൽ ഓരോരുത്തരും പ്രവർത്തിച്ചതനുസരിച്ച് ഓരോ രൂപത്തിലായിരിക്കും ഹാജരാക്കപ്പെടുക. അങ്ങനെയാണെങ്കിൽ മഹിഷറയിൽ അന്ധന്മാരായിക്കൊണ്ട് അല്ലെങ്കിൽ കണ്ണ് കാണാത്തവരായിക്കൊണ്ട് ഒരുമിച്ച് കൂട്ടപ്പെടുന്ന വിഭാഗം ഏതാണ്? ഓപ്ഷൻ ഉണ്ടോ? ക്ലൂ പറയാം. ഒരു കാര്യം തീരെ അവഗണിച്ച ആളുകളാണ് അവര്. കാര്യം വെച്ചിട്ടെങ്കിൽ നമുക്ക് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആണ് അത്. സക്കാത്ത് കൊടുക്കാത്തവർ. അടുത്തെത്തി. തീരെ അവഗണിച്ചവരാണ് കേട്ടോ. ഒരു കാര്യം തീരെ അവഗണിച്ച ആളുകളാണ് ഈ വിഭാഗത്തിൽ പെടുക. മഹിഷറയിൽ അന്ധന്മാരായിക്കൊണ്ട് അല്ലെങ്കിൽ കണ്ണ് കാണാത്തവരായിക്കൊണ്ട് ഒരുമിച്ച് കൂട്ടപ്പെടുന്ന വിഭാഗം ഏതാണ്? സക്കാത്ത് കൊടുക്കാത്തവരല്ലേ? ഉറപ്പിക്കട്ടെ? ആ ആൻസർ കറക്റ്റ് അല്ല. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഖുർആനിനെ അവഗണിച്ചവരാണ് ഈ ഒരു വിഭാഗത്തിൽ പെടുത്തുക. അതാ ഞാൻ പറഞ്ഞത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത്. എന്തായാലും വിളിച്ചത് സന്തോഷമുണ്ട്. വീണ്ടും വിളിക്കാം കേട്ടോ. മാസലാം. അടുത്ത കോളർ ലൈനിലുണ്ട്. ഹലോ, അസ്സലാമു അലൈക്കും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഇസ്ലാമിക് ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? നസീറ. ഓക്കെ, വീട് എവിടെയാ? നസീറ. അതെ, വീട് എവിടെയാ? താന്നാളൂരാണ്. ഓക്കെ, വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് ഹസ്ബൻഡ്, ഉമ്മ, ഉപ്പ, മക്കള്. ഓക്കെ, മക്കളൊക്കെ എന്ത് ചെയ്യുന്നു? പഠിക്കാണോ? ഓക്കെ, അത് ശരി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദ്യങ്ങൾ ചോദിക്കട്ടെ? റെഡിയാണോ? ഓക്കെ, ഒന്നാമത്തെ ചോദ്യം ഇതാണ്. പരലോകത്ത് വെച്ച് മനുഷ്യരുടെ മുഴുവൻ കർമ്മങ്ങളെ കുറിച്ചും ചോദ്യം ചെയ്യപ്പെടും, അറിയാലോ. എന്നാൽ ആദ്യം ചോദ്യം ചെയ്യപ്പെടുന്ന കർമ്മം ഏതാണ്? ഓപ്ഷൻസ് പറയട്ടെ? നോമ്പ്, നമസ്കാരം, ദാനധർമ്മങ്ങൾ. നമസ്കാരം. ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. അങ്ങനെയാണ് രണ്ടാമത്തെ ചോദ്യം. കുഞ്ഞായിരിക്കെ കിണറ്റിലേക്ക് എറിയപ്പെടുകയും പിന്നീട് ഈജിപ്തിന്റെ ഭരണാധികാരിയായി തീരുകയും ചെയ്ത പ്രവാചകൻ ആരാണ്? കുഞ്ഞായിരിക്കെ കിണറ്റിലേക്ക് എറിയപ്പെടുകയും പിന്നീട് ഈജിപ്തിന്റെ ഭരണാധികാരിയായി തീരുകയും ചെയ്ത പ്രവാചകൻ ആരാണ്? ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. ക്ലൂവിന്റെ ഒന്നും ആവശ്യം വന്നില്ല. ഓക്കെ, മാഷാ അല്ലാഹ്. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് ചോദ്യം ഇതാണ്. ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം മഹിഷറയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിക്കുന്ന മഹത്തായ സ്ഥാനം എന്താണ്? ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം മഹിഷറയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിക്കുന്ന മഹത്തായ സ്ഥാനം എന്താണ്? അതെ, മുന്നിലുള്ള സ്ഥാനം. അതിന്റെ ഒരു പ്രത്യേകമാക്കപ്പെട്ട പേര് പറയും. അറബിക് വേർഡാണ്. അതെ. ഓക്കെ, ഒരുപാട് സമയം എടുക്കരുത്. ലാസ്റ്റ് ക്വസ്റ്റ്യന് ഒരുപാട് സമയമില്ല. ഒന്നുകൂടി ആവർത്തിക്കാം. ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം മഹിഷറയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ലഭിക്കുന്ന മഹത്തായ സ്ഥാനം എന്താണ്? ഉയർത്തെഴുന്നേൽപ്പിന് ശേഷമാണ്. അറിയില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ആൻസർ പറയാം. മക്കാമുൻ മഹ്മൂദ്, അങ്ങനെയാണ് അത് അറിയപ്പെടുന്നത്.
മഹ്മൂദ്. പേര് പറഞ്ഞു. ഓക്കെ. ആ, ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം മഹിഷറയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ലഭിക്കുന്ന മഹത്തായ സ്ഥാനം, ആ സ്ഥാനത്തെ പറയുന്ന പേരാണ് മഖാമുൽ മഹ്മൂദ്. ആ, ഓക്കെ, വളരെയധികം സന്തോഷം. വീണ്ടും വിളിക്കാം. ആ, ഓക്കെ. മാസലാമ. ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും. ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വിളിച്ച എല്ലാവർക്കും നന്ദി. വീണ്ടും വിളിക്കുക. ഒരുപാട് അവസരങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ആകർഷകമായ സമ്മാനങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതാണ്. എന്തായാലും വീണ്ടും കാണാം. മാസലാമ.